പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അബിയെ രക്ഷിച്ചതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുകയാണ് ചന്തുവും കൂട്ടരും. മാത്രവുമല്ല, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിലാണ് ദേവബാല ഇപ്പോൾ ഇഷയെ കാണുന്നതിനായി വന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് ഇഷയെ ഒന്ന് ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വരവ് പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ? ഞാൻ നീ വരുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാ ഇരുന്നത്. അബിയുടെ കാര്യം പറയുന്നതിനായിരിക്കും നീ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം. ഓ, അപ്പോൾ നീ എല്ലാത്തിനും പ്രിപ്പയറായി തന്നെയാണ് ഇരിക്കുന്നത് എന്നതാണ് സത്യമല്ലേ? അതെ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? ഒരു പ്രശ്നവുമില്ല. പക്ഷേ അബിയെ സ്വന്തമാക്കാമെന്നുള്ള നിന്റെ വ്യാമോഹം, അത് മാറ്റിവെക്കുന്നതാണ് നിനക്ക് നല്ലത്. ഓ ശരി, നീ വന്ന് പറഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് ഞാൻ എന്നും ഓർമ്മിപ്പിച്ചോളാം. പോരെ? നീ എന്നെ ഇപ്പോൾ കളിയാക്കുകയാണ് എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നീ നോക്കിക്കോ, അബിയെ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഒന്ന് പോടി എന്ന് പറഞ്ഞ് ഈശ അവിടെ നിന്ന് പോകുന്നു. ഇതോടെ ദേവബാലയ്ക്ക് വാശി കൂടിയിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്ന് ചന്തുവിനെ ചെന്ന് കാണുന്ന ഈശ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ ആരോഗ്യം പൂർണ്ണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അവന് നല്ല കെയർ കൊടുക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ളത് സത്യം തന്നെയാണ്. ഞാനുണ്ട്. അതിന് എന്തൊക്കെ സംഭവിച്ചാലും ഞാനുണ്ട്. അവനെ ഇനി ഒന്നിനും ഞാൻ വിട്ടുകൊടുക്കുകയില്ല. അത് സത്യം തന്നെയാണ്. നല്ലൊരു കാര്യം ഇഷ, കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകൂ. എന്തും സംഭവിക്കാം, പക്ഷേ ഞാനും ഉണ്ടാകും അബിയെ രക്ഷിക്കുന്നതിന് വേണ്ടി. ഇതേ തുടർന്നാണ് ചന്തുവിനെ ഞെട്ടിച്ചുകൊണ്ട് ചന്തു ഇപ്പോൾ ജയരാമനെ കാണുന്നത്. ഇതോടെ ജയരാമൻ, ഞാനും തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷേ അതെല്ലാം തിരുത്തുന്നതിന് വേണ്ടിയുള്ള യാത്രയിലാണ് ഇപ്പോൾ എന്ന് വ്യക്തമാക്കുകയും ഗായത്രിയെ ഞാൻ കണ്ടെത്തി എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട് ഞെട്ടിപ്പോകുന്ന ചന്തു ഈ സത്യങ്ങളെല്ലാം ഉടൻ തന്നെ ഇപ്പോൾ അബിയെ അറിയിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.